മലയാളക്കരയിൽ പൊട്ടിച്ചിരിയുടെ നിലയ്ക്കാത്ത മണിനാദം ഒരുക്കിയ പൈ ബ്രദേഴ്സ് എന്ന ചലച്ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഹലോ, ആരാ? അല്ലുണ്ടോ? നിങ്ങളാരാ? സുന്ദരൻ, അല്ലുവിന്റെ ഒരു ഫ്രണ്ടാ. സുന്ദരനോ? സുന്ദരനാണെങ്കിൽ എനക്കാ ഫോൺ. ഹലോ, സുന്ദരനാണോ? ഞാൻ അല്ലുവാ. നല്ല ആളാ. ഇന്നലെ മുഴുവനും ഞാൻ അമ്പലത്തിൽ കാത്തിരുന്നു. ഓ, ഇങ്ങനെ ഉണ്ടോ ഒരു ജോലി തിരക്ക്? ഇങ്ങോട്ട് വരുന്നോ? യോ, എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. വരണ്ട സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ കാത്തിരിക്കും. എന്താ പായസം വേണമെന്നോ? എന്തിനുള്ള പായസം വെള്ളം കുടിച്ച ഇനി തടി കൂട്ടുന്നത് വേണ്ട കേട്ടോ. ഇന്നൊരു ദിവസം മാത്രം. ആ ശരി, അപ്പ ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ഓ ബൈ, കാത്തിരിക്കും കേട്ടോ. ആ ശരി, കാത്തിരുന്ന് കാത്തിരുന്ന്. എടാ പട്ടി, ഫോൺ താഴെ വെച്ചല്ലേ? ഹായ്. അല്ല, എങ്ങോട്ടാ? അകത്തേക്ക്. നിങ്ങൾ ആരാ? ഞാൻ അല്ലുവിന്റെ ഫ്രണ്ട് സുന്ദരൻ. നിങ്ങളാരാ? ഞാൻ അല്ലുവിന്റെ ഭർത്താവാ. നിങ്ങളിന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ ഓഫീസിലേക്ക് പോയിരുന്നോ? ഓഫീസിൽ പോയിരിക്കുന്ന കരുതിയാ ഞാൻ വന്നത്. എടാ പട്ടി, തൊട്ട് പോരുത്. ഹരി, നമ്മൾ നാളെ കാലത്ത് വരാം. പറഞ്ഞ് സ്പെഷ്യൽ അച്ചാറും കൊണ്ടുവരാം. ബൈ ബൈ. ബായ്. താൻ ആരാണ്? ഞാനൊരു കുസ്തിക്കാരനാ. തെർമൽദേവാ കുസ്തിക്കാരനോ? ഇവിടെയാണോ തന്റെ കുസ്തി? അതേന്ന് വെച്ചോളൂ. ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഒരു ജിംനാഷ്യം നടത്തുന്നു. എന്റെ ഭാര്യ കോമളവും തന്റെ ജിംനേഷ്യവും തമ്മിൽ എന്ത് ബന്ധം? അവരുടെ ആരാധികയാ. വഴിയിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു, സുഹൃത്തുക്കളായി. ഒരു ലിഫ്റ്റ് കൊടുത്തു, അത്രമാത്രം. ഇനി താൻ ലിഫ്റ്റ് കൊടുക്കരുത്. ശ്രമിക്കാം മൊബൈൽ. വിഗ് ആണോ? അല്ല, നമ്മളുടെ സ്വന്തം മുടിയാണ്. ചിന്ന ചിന്ന ആസൈ സിരകടി. എന്ത് വിചാരിച്ച അഴിഞ്ഞാട്ടം? കൊന്നുകളയും നമ്മൾ. കൊല്ലാനും മാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നും ചെയ്തില്ലെന്നോ? അന്യനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു ഗുസ്തിക്കാരൻ, അത് ഒരു ജിംനേഷ്യം നടത്തുന്നവൻ ആഭാസൻ. അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാന്ന് പറയുമ്പോ ഒരു സുഖം. സുഖമോ? നിങ്ങൾ മോഹിനിയിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ സുഖം തന്നെ ഇതും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറെ ദിവസമായി ടെൻഷനിലായിരുന്നു. മോഹിനി വേണ്ട പോലെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് വിഷമമൊന്നുമില്ല സർ. ഇല്ലല്ലേ? പിന്നെ എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് വേണ്ട സർ, വൈകിട്ട് ബീച്ചിനടുത്തുള്ള പാർക്ക് വരെ ഒന്ന് വരാമോ? പിന്നെന്താ, എനിക്കും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്കിന്ന് കുറച്ച് നേരത്തെ പോണം. പൊക്കോളൂ. താങ്ക് യു സർ. അവനൊരു മിനിറ്റ്. എനിക്ക് ആരുടെ ചായ ഉണ്ടെന്നാ പറഞ്ഞത്? മോഹൻലാലിന്റെ. മോഹൻലാലിന്റെ ഇടി നീ കണ്ടിട്ടില്ലല്ലേ? ഭഗവാനെ, ഇനിയിപ്പോ എന്ത് കുരിശാണാവോ? കേശവ, ഞാൻ ഒരു കാര്യം മറന്നു. എന്താ സാർ? നമ്മുടെ മോഹിനി ഇന്ന് 6 മണിക്ക് ബീച്ചിൽ കാത്തിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് പോവാൻ പറ്റില്ല. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനൊരു എഴുത്ത് തരാം. ആ കുട്ടിക്ക് അതൊന്ന് കൊണ്ടു കൊടുക്കണം. ബുദ്ധിമുട്ടാവോ? നിങ്ങൾക്കിടയിലെ ഒരു ഹംസമാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മോഹിനി, മോഹിനി. അയ്യോ, എവിടെ കൊണ്ടുപോയി? ये कागज में साइन करो. ये कागज में साइन करो. साइन करवाना हालत बिगाड़ हालत खराब कर दे. ആ കഴിവുള്ളവൻ ഇവർ ഒപ്പിട്ടില്ലേ? ഞാനിതാ വരുന്നു. അവൻ ഒപ്പിടോ നോക്കാം. अब तक
साइन नहीं किया क्या? नहीं। कुत्ते, कुत्ते, तेरी एक हिम्मत, साइन नहीं किया। अरे सारा मर गया क्या? कुत्ते, अच्छा, बहुत अच्छा। തിരുമൽ ദേവാ. കേശവ, ഞാനാ. സാറന്മാരെ, നീ എന്തിനാ അത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? എവിടെയെങ്കിലും വെക്കി. കുറച്ച് ഓറഞ്ചും ആപ്പിളുമാണ്. വെറും കൈയോടെ എങ്ങനെയാണ് കയറി പറയുക? തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. തമ്മിൽ ക്ഷമിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതല്ലേ ജീവിതം. രക്തത്തിന്റെ ആവശ്യമല്ലതുമുണ്ടോ കേശവന്? ഓ നെഗറ്റീവ് 2 കുപ്പി വേണം. തിരുമൽ ദേവാ, ഞങ്ങളുടേത് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ആണല്ലോ. ഒരു വഴിയുണ്ട്. ഇവിടെ അടുത്ത് അറവുശാലയിൽ 2 പോത്തിനെ വെട്ടിയിട്ടുണ്ട്. അതിന്റെ രക്തമേ നിനക്ക് ചേർന്നു. ഒരാണ് മരിക്കാൻ കിടക്കുമ്പോ എങ്ങനെയാണ് പറയാ? എടോ കാട്ടുപോത്തെ, ഞങ്ങളെ തല്ലി കലഹിപ്പിച്ച് ഞങ്ങളുടെ സ്ഥാപനം സ്വന്തമാക്കാനായിരുന്നു വിചാരല്ലേ? എന്തിനാ ആനന്ദാ നീ കരയണേ? നമ്മൾക്ക് 2 പൂശാൻ ഈ ശരീരത്തിൽ ഇടം വിട്ടില്ലല്ലോ തിരുമൽ ദേവൻ എന്നോർത്ത് കറഞ്ഞത്. എന്തിനാ ആനന്ദ? അതിന്റെ ഉള്ളടക്കം പറഞ്ഞാ പോരെ? ചേട്ടൻ പറയൂ. അനിയൻ പറ. ചേട്ടൻ പറയൂ. തന്റെ ആത്മാർത്ഥ സേവനം ഇനി ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഡിസ്മിസ് ചെയ്തു. വേദന വല്ലതുണ്ടോ? കൊതിയെടുത്തില്ലേ? അടുത്തോ. വരുന്നുണ്ട് പാട്ട് വെച്ചോളൂ. എന്താണ് ഇത് തൂക്കി പിടിച്ച് നിൽക്കുന്നത്? അങ്ങോട്ടെങ്ങനെ വെക്കൂ. ഇതെന്താ രണ്ടാൾക്കൊരു വല്ലായ്മ? ഒരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി അച്ഛനാവാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. നീ എന്താ ഈ പറയണ? വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരില്ലേ? ഗർഭം എനിക്കല്ല, അവൾക്ക്. കോമളോ നിനക്ക്? നമ്മൾക്കല്ല, ആ മോഹിനിക്ക. അല്ല, കൺഗ്രാചുലേഷൻസ്. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? മോഹിനിയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അപ്പനായതുകൊണ്ട്. അവള് ഗർഭിണിയാണെങ്കിലേ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം തനിക്ക. നമ്മൾ ആ പെൺകുട്ടിയോടൊപ്പം നടന്നു സംസാരിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ താൻ അങ്ങനല്ലായിരുന്നല്ലോ. കോമളം, നമ്മൾ പറയുന്നത് സത്യമാണ്. നീ നമ്മളെ വിശ്വസിക്കൂ. അല്ല അല്ല, എന്റെ പൊന്നല്ലു, നീ എന്നെ വിശ്വസിക്കണം. നിനക്ക് എന്നറിയാലോ. നിങ്ങൾ 2 പേരും അല്ലെങ്കിൽ പിന്നെ നമ്മളാണോ? ഇതിന്റെ സത്യം അറിയാൻ പറ്റുമോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നേരം വെളുക്കുന്നതിന് മുമ്പ് മോഹിനിയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവൻ നമ്മളെ ആക്രമിക്കുമെന്ന്. എന്റെ തിരുമൽ ദേവാ, പോലീസിനെ വിളിക്കണോ? ഞാനിവിടെ ഉള്ളപ്പോ പോലീസോ? ഞാൻ ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരു അടി ശവത്തിന്. മതി എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണ്? ഇന്ന് രാത്രി തന്നെ നമ്മുടെ ഗേറ്റിന്റെ പെയിന്റ് മാറ്റുന്നു. അതുകൊണ്ടോ നമ്മുടെ വീടല്ല ഇതൊന്ന് തെറ്റിദ്ധരിച്ച് ആ വിക്രമനും കൂട്ടരും മടങ്ങിപ്പോവും. അങ്ങനെ രക്ഷപ്പെടുന്നല്ലേ തൽക്കാലം നല്ലത്. പോയി ഗേറ്റിന്റെ ഇവിടെ നിൽക്കണോ? പോടോ. നിനക്ക് ഞാൻ ഒന്ന് തന്നു. നമ്മളുടെ കൈ
സാവധാനം. എല്ലാം വിധി. വിക്രമന്റെ പ്ലാനിങ് തെറ്റിപ്പോച്ച. അയ്യോ